ഇനി നമുക്ക് സ്ലീവ് ആണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അതിനുവേണ്ടി ബോർഡർ കൊടുക്കാൻ വേണ്ടി ഹക്കോബയുടെ ഒരു ഫാബ്രിക് ആണ് എടുത്തിട്ടുള്ളത്. രണ്ടായിട്ട് മടക്കിയിട്ട് ഒരു 3 ഇഞ്ച് വീതി വരുന്ന കണക്കിന് ഹക്കോബയുടെ ഫാബ്രിക് ഞാൻ എടുത്തിട്ടുണ്ട്. സ്ലീവിന്റെ നല്ല വശത്ത് 1 ഇഞ്ച് മുകളിലായി ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക. അതിനുശേഷം ആദ്യം 1/2 ഇഞ്ച് മടക്കി 1/2 ഇഞ്ച് ഹക്കോബയുടെ ഫാബ്രിക്കിന്റെ മുകൾ വശത്ത് വരുന്ന രീതിയിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ പിടിച്ചു വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതൊന്ന് മറിച്ചിട്ടിട്ട് 1/2 ഇഞ്ച് വീതിയിൽ മുകൾ വശത്ത് കൂടി ഇതുപോലെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക. സ്ലീവിന്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിന്റെ ലെന്ത് കണക്കിന് പിടിച്ചു വെച്ചിട്ട് ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റുക. നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് സ്ലീവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 സ്ലീവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ബോഡി പാർട്ടിൽ നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സെന്റർ പാർട്ടിൽ ഇതുപോലെ സ്ലീവ് വെച്ച് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഷോൾഡറിന്റെ സെന്ററിൽ നിന്നും ഒരു സൈഡിലേക്കാണ് ആദ്യം നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിന്റെ മറുവശം കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഡബിൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുക. സ്ലീവ് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ സ്ലീവും കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. സ്ലീവ് അറ്റാച്ച് ചെയ്ത് എടുത്തതിന് ശേഷം ഫാബ്രിക് ഒന്ന് നിവർത്തി ഇടുക. അതിനുശേഷം മെഷർമെന്റ് എല്ലാം ഒന്നുകൂടി ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ആദ്യം വേസ്റ്റ് റൗണ്ട് നമ്മൾ 13.5 ഇഞ്ചും ഹിപ്പ് 22 ഇഞ്ച് ലെന്തിലും അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി സെന്റർ പാർട്ടിൽ നിന്നും 9.25 ഇഞ്ചാണ് വരുന്നത്. അത് 2 സൈഡിലും ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. സെന്ററിൽ ഒരു പോയിന്റ് ഇടുക. സെന്ററിൽ ഇട്ടിട്ട് ഒരു സൈഡ്, ഇവിടെ വേസ്റ്റ് റൗണ്ട് വരുന്നത് 8.5 ഒരു സൈഡിലത്തേക്കാണ്. സെന്ററിൽ നിന്നും ഒരു സൈഡിലേക്ക് 8.5, അതുപോലെ സെന്ററിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലും 8.5 അടയാളപ്പെടുത്തി കൊടുക്കുക. ഈ രീതിയിൽ മെഷർമെന്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ബോഡി ഫിറ്റിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി ഹിപ്പിന്റെ മെഷർമെന്റ് ആണ്. സെന്റർ അടയാളപ്പെടുത്തി കൊടുക്കുക. സെന്റർ വരെ 11 ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത്. ആദ്യം 11 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. അത് കഴിഞ്ഞ് സെന്ററിൽ നിന്നും 2 സൈഡിലേക്കും ഇതുപോലെ 11 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇനി നമുക്ക് സ്ലീവിൻ്റെത് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സ്ലീവിന്റെ റൗണ്ട് വരുന്നത് 5.5 ഇഞ്ചാണ്. അതുപോലെ മസിൽ റൗണ്ടും അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. മസിൽ റൗണ്ട് വരുന്നത് 8 ഇഞ്ചാണ് വരുന്നത്. അതിനുശേഷം നമ്മൾ ബോഡിയിൽ അടയാളപ്പെടുത്തി കൊടുത്ത മെഷർമെന്റിൽ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മാത്രം മതി. കറക്റ്റ് അളവിൽ തന്നെ നമുക്ക് ബോഡി മെഷർമെന്റിൽ കിട്ടും. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഹിപ്പ് വരുന്നിടത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക. ഇനി രണ്ടാമത്തെ സൈഡും കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെയാണ് മസിൽ റൗണ്ട്, കണ്ടോ 8 ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ 8 ഇഞ്ചും സ്ലീവിന്റെ അവിടെ നിന്ന് 5.5 മുതൽ ഈ 8 ഇഞ്ച് വരുന്ന ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആദ്യം അത് കഴിഞ്ഞിട്ട് ഇതുപോലെ അടയാളപ്പെടുത്തിയ ഭാഗത്തൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കറക്റ്റ് പോയിന്റ് വരുന്ന ഭാഗത്തൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അളവെല്ലാം കൃത്യമായിട്ട് കിട്ടും. സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക്
സൈഡ് സ്ലിറ്റാണ് അടിച്ചെടുക്കേണ്ടത്. ഇതുപോലെ 1 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് 1/2 ഇഞ്ച് ആദ്യം മടക്കി വീണ്ടും ഒരു 1/2 ഇഞ്ചും കൂടി മടക്കി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആദ്യം ഒന്നുകിൽ ഫുള്ളായിട്ട് വരച്ചു കൊടുക്കുക, 1 ഇഞ്ച് വീതം മടക്കിയിട്ട്, അല്ലെങ്കിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ ഓരോ ഇഞ്ച് വീതം അടയാളപ്പെടുത്തി കൊടുത്ത് മടക്കി സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതിയാവും. ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഇനി ഹിപ്പിന്റെ ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഭാഗത്ത് നിന്ന് 1 ഇഞ്ച് ആ തയ്യൽ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഭാഗത്ത് നിന്നും 1 ഇഞ്ച് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം. ഈ സൈഡ് സ്ലിറ്റ് അടിച്ച് വരുമ്പോൾ 1 ഇഞ്ച് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം. 2 സൈഡ് നന്നായിട്ട് നിവർത്തി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതിനേക്കാൾ 1 ഇഞ്ച് മുകളിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഇതുപോലെ ഫൂട്ട് തിരിച്ചു കൊടുത്തിട്ട് മറു സൈഡും ഇതുപോലെ മടക്കി വെച്ച് താഴേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടെയും 1 ഇഞ്ച് വീതം അടയാളപ്പെടുത്തി കൊടുത്ത് പതുക്കെ സാവകാശം മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. 1 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. നമുക്കപ്പം അളവിൽ വേരിയേഷൻസ് ഒന്നും വരാണ്ട് തന്നെ ഫിനിഷിങ്ങിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സാധിക്കും. ഒരു സൈഡിന്റെ സ്ലിറ്റ് അടിച്ച് തീർത്തിട്ടുണ്ട്. ഇനി മറുവശം കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് സ്റ്റിച്ചിങ് കിട്ടിയിട്ടുണ്ട്. രണ്ട് സൈഡും സ്ലിറ്റ് അടിച്ച് തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് എന്റെ ഭാഗം കൂടി ഇതുപോലെ 1/2 ഇഞ്ച് വീതം മടക്കി 1 ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. കുർത്തിയുടെ സ്റ്റിച്ചിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുർത്തിയുടെ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ എൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഓരോ സപ്പോർട്ടുമാണ് എനിക്ക് പുതിയ വീഡിയോ ഇടാനുള്ള പ്രചോദനം നൽകുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.